ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്, ഒരു 3 സ്പൂൺ തൈര്. നാരങ്ങ നീര് ചേർത്തതുകൊണ്ട് തൈര് കുറച്ച് ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മാറ്റിച്ചെടുക്കാം. വഴറ്റി മാറ്റാനുള്ള സവാള അത് ചേർത്ത് കൊടുക്കുക. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ കോരി മാറ്റി വയ്ക്കുക. കോരി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. 4 ഏലക്കായ, കറുവപ്പട്ട, ഒരു ലീഫ്, ഗ്രാമ്പു ഇട്ട് കൊടുത്ത് ഇളക്കുക. ഒരു 4 സവാള അരിഞ്ഞ് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ട് സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിക്കൊണ്ട് മതി. ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. 3 പച്ചമുളകും ചതച്ച് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തത്. നേരത്തെ 1 മണിക്കൂറിന് മുമ്പ് മാഗ്നേറ്റ് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. രണ്ട് കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 1.25 കപ്പ് അരിയുണ്ട്. 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നേരത്തെ വെച്ചിരുന്ന മല്ലിയില, കറിവേപ്പില, പുതിനയില ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക.
വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കഴുകി കുതിർത്ത് വെച്ച ബസുമതി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കുക. വെള്ളം ഇങ്ങനെ മുകളിൽ വരത്തക്ക രീതിയിലാക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ച്